ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. ഇന്ന് നിങ്ങളോടൊരു പെൺകുട്ടിയുടെ കഥ പറയാട്ടോ. കഥയല്ല, അവളുടെ ജീവിതം. അച്ഛനും അമ്മയും 2 പെൺമക്കളും ഒരനിയനും, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. ഇതിലെ മൂത്ത കുട്ടിയാണ് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ടുണ്ട്. B.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അങ്ങനെ ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. കുട്ടി അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയത്. അത് കഴിഞ്ഞ് ഭർത്താവാണെങ്കിൽ ഒരു MBA കഴിഞ്ഞ പയ്യനാണ്. ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് ആ കുട്ടിക്ക് യോജിച്ചൊരു പയ്യൻ തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും അത് കാണാനായാലും അല്ലെങ്കിൽ ജോലി കൊണ്ടായാലും എല്ലാം കൊണ്ടും ഒരു നല്ല മാച്ചായിട്ട് പോണൊരു പയ്യൻ തന്നെയായിരുന്നു. ഈ കുട്ടി നല്ല വെളുത്തിട്ടായിരുന്നു. ആ പയ്യൻ കുറച്ച് ഇരുണ്ട കളറായിരുന്നു. അപ്പോൾ എന്നാലും രണ്ടുപേരും നല്ല മാച്ചായിരുന്നു കാണാൻ. അത് നല്ല സന്തോഷത്തിലും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ വിചാരിച്ചു, എന്താണ് ഇപ്പോൾ ഇവിടെ നാട്ടിലല്ലേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇവിടെ ഉള്ളൊരു കമ്പനിയിൽ മാനേജറായാലും വലിയൊരു സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വിചാരിച്ചു, പിന്നെ ഹസ്ബൻഡിനെ ഒന്ന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചാലോ. അപ്പോൾ അത് കുട്ടി പത്രത്തിലും പിന്നെ ഈ സൈറ്റുകളിലൊക്കെ കയറി നോക്കി ജോലി സാധ്യതയെക്കുറിച്ച്. MBA കഴിഞ്ഞ പയ്യനാണ്. പിന്നെ അത്യാവശ്യം ഇവിടെ 5-6 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പയ്യനെ അവിടെ നിർബന്ധിക്കും, പിന്നെ നമുക്ക് വിദേശത്ത് ജോലിക്ക് ശ്രമിച്ച് നോക്കും. എന്നാൽ നല്ലൊരു കുറച്ചും കൂടെയൊക്കെ നമുക്ക് സെറ്റിലാവാൻ നല്ല വരുമാനമൊക്കെ ആവുമല്ലോ, നല്ല ഒരു ഇതാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ പയ്യന് അതിനോടൊരു താല്പര്യം തോന്നി. ശരിയാണ്, ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഗൾഫ് പോയാൽ. അപ്പോൾ അവിടെ ചെന്ന് സെറ്റിലായാൽ എനിക്കവിടെ ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ എന്തെങ്കിലും ഒരു ജോലി നോക്കാലോ. ഞാനിവിടെ 1-2 വർഷമൊക്കെ ചെറുതായിട്ടൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ, എന്നിട്ട് എനിക്കും വരാലോ കൂടെ. അപ്പോൾ എനിക്കിവിടെ ജോലി ആവാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യനെങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പയ്യനും താല്പര്യമായി, നമുക്ക് എന്നാൽ ഗൾഫിലേക്ക് നോക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കാരണം 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് അതിന് കിട്ടാൻ ചാൻസും കൂടുതലാണല്ലോ. ഇനിയിപ്പോൾ മാനേജർ പോസ്റ്റ് ഇല്ലെങ്കിലും സൂപ്പർവൈസർ ആയാലും ഇവിടത്തെക്കാളും സാലറി ഗൾഫിൽ എന്തായാലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ പെൺകുട്ടി അവർക്ക് കഴിയുമ്പോഴൊക്കെ അതിന് ശ്രമിച്ചു. പയ്യനും ഒരു കൂട്ടായിട്ട് തന്നെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പയ്യന് എറണാകുളത്ത് വെച്ചിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഗൾഫിലേക്കുള്ള ഒരു ജോലി റെഡിയായി. അങ്ങനെ അതിനിടയിൽ അവർ പയ്യൻ പാസ്പോർട്ടും കൂടി എടുത്തിരുന്നില്ല കേട്ടോ. ഇവിടെ അവൻ ഇപ്പം അത്രേ അതിനെക്കുറിച്ച് വിചാരിച്ചുള്ളൂ. എല്ലാ ആൺകുട്ടികളും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവർ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും സ്വപ്നം കാണാത്തവരും അല്ലെങ്കിൽ ഉള്ള ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ ചെയ്ത് അങ്ങനെ പോവാമെന്ന് വിചാരിക്കുന്ന പയ്യന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവന് അതിനെക്കുറിച്ചൊന്നും വിദേശ രാജ്യങ്ങൾക്ക് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവൻ അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ അതിന് ഈ കുട്ടി കല്യാണം കഴിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ നിർബന്ധപ്രകാരമാണ് പാസ്പോർട്ട് രണ്ടുപേരും പാസ്പോർട്ടൊക്കെ എടുത്തു. അങ്ങനെ അതിലും ഇവന് ജോലി റെഡിയായി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം പോകാനാവും. മെഡിക്കലും മറ്റു കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അപ്പോൾ ഈ പെൺകുട്ടിയെ ഇനി ഇവിടെ ആ ഒരു വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ കുട്ടി അവിടെ ചെറിയൊരു സ്കൂളിൽ താൽക്കാലികമായിട്ട് ഡെയിലി വേജിന് ജോലിക്ക് കയറി ഈ കുട്ടി. അങ്ങനെ അവൻ ഗൾഫിലും പോയി, ഈ കുട്ടി ഇവിടെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണെങ്കിൽ എന്തെന്നറിയോ, ചില സമയങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് സക്സസ് ആയി വരുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ ചിന്ത എത്രത്തോളം വലുതാണെന്നും ഈ പെൺകുട്ടിക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ആ കുട്ടി ജീവിതം സക്സസ് ആക്കി കാണിച്ചൊരു കുട്ടിയാണ്. പെൺകുട്ടികൾക്ക് അങ്ങനെയാണ്, ആൺകുട്ടികളെക്കാളും കുറച്ചും കൂടി പക്വതയും ബുദ്ധിയും കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു 28 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു പയ്യനേക്കാളും ഒരു 24-25 വയസ്സുള്ള പെൺകുട്ടികൾ ചിന്തിക്കുന്നതാണ് തോന്നുന്നത്. കാരണം അവർക്ക് അപ്പോഴും അത്ര കൂടുതലായിട്ടൊന്നും അവർ ജീവിതത്തിനെ കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികൾ അങ്ങനെയല്ല. ആ പ്രായം വരുമ്പോഴേക്ക് തന്നെ അവർക്ക് സത്യത്തിൽ എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ആൺകുട്ടികളെക്കാളും കുറച്ചുകൂടി പക്വതയിൽ ചിന്തിക്കുന്നതും ആ പ്രായം 25 വയസ്സുള്ള ഒരു ആൺകുട്ടി ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കും.
അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളായിരിക്കും ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ല, ഒരുവിധം പെൺകുട്ടികളൊക്കെ നല്ല രീതിക്ക് അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കണം, നല്ലപോലെ മുന്നേറണം എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഒന്നും ശ്രദ്ധിക്കാത്ത എല്ലാവരും ഉണ്ട്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഉണ്ട്. ഒരു കാര്യവും ശ്രദ്ധിക്കാതെ അന്നന്നത്തെ ഫുഡ് കഴിക്കുക, സ്റ്റൈലായിട്ട് നടക്കുക, ഇത്രയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ട്. അതല്ല, അങ്ങനെയുള്ളതല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പയ്യൻ പോയി, ഈ കുട്ടി അത് ഇവിടെ ഗൾഫ് പോയിട്ട് അവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി തന്നെയാണ് കിട്ടിയത്. മാനേജർ പോസ്റ്റൊന്നും അല്ല എങ്കിലും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ജോലിയായിട്ട് കിട്ടിയത്. അത് ഇവിടുത്തെ ഇരട്ടിയല്ല, 2 ഇരട്ടി സാലറി ഉണ്ടായിരുന്നു ആ പയ്യന്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് പിന്നെ ജോലിയിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. കൃത്യമായിട്ട് ജോലി ചെയ്യാനും അങ്ങനെ നല്ല ക്യാരക്ടറൊക്കെ ആയിട്ട് നല്ലൊരു പയ്യനായിരുന്നു. അതുകൊണ്ട് ആ പയ്യന് കിട്ടിയ ജോലി അത്യാവശ്യം നല്ല ജോലിയായിരുന്നു, നല്ല സാലറിയുള്ളൊരു ജോലിയായിരുന്നു. ഈ പെൺകുട്ടി ഇവിടെ ഒരു വർഷത്തോളമൊക്കെ ജോലി ചെയ്തിട്ട് ഈ കുട്ടിക്കും അവങ്ങോട്ട് അവന് ഇയർലി ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വന്ന് പോകണ സമയത്തേക്ക് ഇവൾക്കും, അപ്പോൾ ഈ കുട്ടിക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതിലും കൂടിയിട്ട് ആ കുട്ടി അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ഇനി അവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൈ പിടിച്ചില്ലേ, അവിടെ ചെന്നിട്ട് ജോലിയാവാമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി ഗൾഫിലേക്ക് പോയി. നല്ലൊരു പിന്നെ അതേമാതിരി കുറേ സ്കൂളുകളിലെ കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളതല്ല, പിന്നെ LKG UKG സ്റ്റാൻഡേർഡ് പഠിപ്പിക്കാനുള്ള ഒരു ജോലി അവിടെ ഗൾഫിൽ റെഡിയായി. ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുട്ടിയുടെ പെർഫോമൻസ് കൊണ്ടും ആ കുട്ടിയുടെ കഴിവ് കൊണ്ടുമാണ് ആ ജോലി കിട്ടിയത്. ചെറിയ ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അങ്ങനെയുള്ള ടീച്ചേഴ്സിനും നല്ല സാലറി തന്നെയാണ് ഗൾഫിൽ. അങ്ങനെ അവരവിടെ ഗൾഫിൽ സെറ്റിലായി. ഇവിടെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ബാക്കി അനിയനും അനിയത്തിമാരൊക്കെ ഇവിടെയും സെറ്റിലായി. അവരൊക്കെ പഠിക്കാനും അതിനൊക്കെ കുട്ടീനെ കൊണ്ട് കഴിയും പോലെ സ്വന്തം വീട്ടിലേക്കും ഒക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും, പിന്നെ ഭർത്താവിന് 2 പേർക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് ജീവിക്കുകയായതുകൊണ്ട്, നല്ലൊരു ജോലി ആയതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികവും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 വീട്ടുകാരെയും ഒരുപോലെ കൊണ്ട് നടക്കാനും ആ കുട്ടിക്ക് ഒരു കഴിവുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരെ വെച്ചിട്ട് മാറ്റി നിർത്താനും സ്വന്തം വീട്ടുകാരെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ കരുതൽ കൊടുക്കാനൊന്നും ഈ കുട്ടി തയ്യാറായിട്ടില്ല. 2 പേരും ഒരുപോലെ, അവിടുത്തെ അച്ഛനമ്മയ്ക്കാണോ കൂടുതൽ സ്നേഹം, ഇവിടുത്തെ അച്ഛനമ്മയ്ക്കാണോ കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ 2 വീട്ടുകാർക്കും ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഒന്നാമത് ആ കുട്ടിയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് തന്നെ. അപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് പോയാലും നമ്മൾ നല്ല നിലയ്ക്ക് മറ്റുള്ളവരെ കൊണ്ട് നന്നേ എന്ന് പറയിപ്പിക്കാനും, എന്നാൽ സ്വന്തം കഴിവുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യത്തിനും മറ്റുള്ളവരുടെ അടിമയാവാതെ അല്ലെങ്കിൽ കാൽച്ചുവട്ടിൽ നിൽക്കാതെ സ്വന്തം കാലിൽ തന്നെ നിന്ന് എല്ലാ കാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തിയും തൻ്റെയുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് എന്താണ് ആ കുട്ടിയുടെ ജീവിതം നന്നായി. അതിനോടൊപ്പം വീട്ടുകാർക്ക് സാമ്പത്തികമായിട്ടും അച്ഛനമ്മയ്ക്കൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ അച്ഛനമ്മയ്ക്കും അതും ഉണ്ടായി. അനിയനായാലും അനിയത്തിക്കായാലും ഒക്കെ നല്ല നിലയ്ക്ക് തന്നെ ആ കുട്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഈ കുട്ടിയുടെ ഒന്നാമത് ഇതിന് പ്രകൃതം എന്ന് പറഞ്ഞാൽ ആരും വെറുപ്പിക്കുന്ന ഒരു സംസാര രീതിയല്ല. എല്ലാവരും എന്ത് കാര്യം പറയുകയാണെങ്കിൽ അതിൽക്കൂടെ ഒരു തമാശയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് എന്ത് കാര്യം സംസാരിക്കുക, എന്നാൽ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും ആ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ആരും വെറുപ്പിക്കാതെ എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കിട്ടണത് തന്നെ ആ പയ്യൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പയ്യൻ അത്ര സംസാരിക്കണ അല്ലെങ്കിൽ അങ്ങനെ ഒരു കളിയും ചിരിയുള്ളൊരു പയ്യനല്ല, അത്യാവശ്യം സംസാരിക്കുന്നുള്ളൊരു പയ്യനാണ്. പക്ഷെ അവനും കൂടി ഈ പെൺകുട്ടിയുടെ ആയതിനു ശേഷം അവനിലും നല്ല മാറ്റം. അവൻ കൂടുതൽ എല്ലാവരോടും സംസാരിക്കാനും ഇടപഴകാനൊക്കെ അവനും തുടങ്ങിയിരുന്നു. ആൺകുട്ടികൾ പൊതുവെ എങ്ങനെയാണ്, വല്ലാതെ വാചാലന്മാരായിട്ടിരിക്കുകയൊന്നുമില്ല. പക്ഷെ ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നൽകിയ ഏത് സഹവാസം കൊണ്ട് എന്ന് പറയാം, ആ പയ്യനും നല്ല ആൾക്കാരെ കൊണ്ട് നല്ലൊരു ക്യാരക്ടറിന് ആ പയ്യനുമായി. ആൾക്കാർ നല്ലത് പറയുന്ന ഒരു ക്യാരക്ടറിനായി. കാരണം അത്ര സംസാരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ കൂടി അപ്പോൾ അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സംസാരിക്കാനും ഒക്കെ ചെയ്യൽ തുടങ്ങിയല്ലോ എന്ന് വരെ ഈ പെൺകുട്ടീൻ്റെ കാര്യം കൊണ്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അതാണ് പറയണത്, നല്ലതിനോട് ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും നല്ലത് മാത്രമാണ് സംഭവിക്കുക. ഭർത്താവിൻ്റെ വീട്ടിലെ അച്ഛനമ്മയ്ക്ക് വരെ ഈ കുട്ടീനെ അത്രയും സ്നേഹവും ഇഷ്ടവും തോന്നണമെങ്കിൽ എന്താണ് ഈ കുട്ടിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മരുമകളാകാനും മകളാവാനും ഒക്കെ പെൺകുട്ടികൾക്ക് സാധിക്കും. പക്ഷെ ഒന്ന് മനസ്സ് വെക്കണം എന്ന് മാത്രം.
നമ്മൾ ഒരു നേരത്തെ സംസാരം കൊണ്ട് തന്നെ മറ്റുള്ളവരെ വെറുപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മോശം വാക്കുകൾ കേൾക്കാനും ഒക്കെ അവസരം വരും. ഇതൊക്കെ നമ്മുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. വേണ്ടിടത്ത് വേണ്ട പോലെ സംസാരിക്കാനും അല്ലെങ്കിൽ പെരുമാറാനും ഒരു കഴിവുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമ്പത്തുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നന്നായി പെരുമാറാനുള്ളൊരു കഴിവും കൂടി നമുക്ക് വേണം. നമുക്ക് ആരെയും കയ്യിലെടുക്കാൻ പറ്റും. നന്നായി പെരുമാറിയിട്ട് അവരോട് സ്നേഹമായി സംസാരിച്ചിട്ട്. നന്ദിയെന്ന് പറയിപ്പിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മോശം എന്ന് പറയിപ്പിക്കാൻ നമ്മുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രവൃത്തി മതിയാവും മോശം എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ. ഭർത്താവിൻ്റെ വീട്ടുകാരെ വെറുപ്പ് സംഭവിച്ചിട്ടൊന്നുമല്ല, അവരോട് ഈ സ്നേഹമായിട്ട് പെരുമാറിയിട്ടാണ് അവരുടെ ഇഷ്ടം സമ്പാദിച്ചെടുത്തത്. ഇപ്പോൾ ആ കുട്ടി ഗൾഫിലേക്ക് പോണേന് അച്ഛനോ അമ്മയ്ക്കോ അവരുടെ വീട്ടുകാർക്കോ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അവർ സന്തോഷപൂർവ്വമാണ് ആ കുട്ടീനെ യാത്രയാക്കിയത്. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഉപരിയായിട്ട് ആ അച്ഛനും അമ്മയും ആ കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അത് മരുമകളല്ല, മകൾ തന്നെയാണ് എന്നുള്ള അവരും വിചാരിക്കുന്നുണ്ട്. അത് ഈ കുട്ടി എൻ്റെ ഒരു പെരുമാറ്റം പറയിപ്പിച്ചത് കൊണ്ടല്ല, ഈ കുട്ടി അങ്ങനെ പെരുമാറിയത് കൊണ്ടും അങ്ങനെ നന്നേന്ന് പറയിപ്പിച്ചത് കൊണ്ടുമാണ് ആ അച്ഛനമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നത്. ഇത് മരുമകളല്ല, മകൾ തന്നെയാണ് എന്നുള്ളത്. അവർക്കൊരു മകളുള്ള സ്ഥിതിക്ക് ഈ കുട്ടീനോട് അത്ര സ്നേഹം തോന്നാൻ ചാൻസ് കാണാനില്ല. കാരണം ഏതൊരു വീട്ടിലാണെങ്കിലും പെൺകുട്ടികളുള്ളൊരു വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടി വരുമ്പോൾ എന്താണ്, ആ പെൺകുട്ടി അവിടെ ഉള്ള പെൺകുട്ടികൾക്ക് തന്നെയും പ്രാധാന്യം കൊടുക്കുക. വന്ന കുട്ടിക്ക് അത്ര പ്രാധാന്യമൊന്നും സ്വാഭാവികമായിട്ടും നമ്മൾ കാണാറില്ല ഏത് വീട്ടിലാണെങ്കിലും. അവർക്ക് അവരുടെ മക്കളോട് അല്ലെങ്കിൽ അവരുടെ പെൺമക്കളോടല്ലേ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷേ അവരുടെ മകളോടൊപ്പം അതിലുപരി അവർക്ക് ഈ പെൺകുട്ടിയോട് സ്നേഹം ഉണ്ടായിരുന്നു അച്ഛനമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള മരുമക്കളെ കിട്ടുന്നത് അച്ഛനമ്മമാരുടെ ഭാഗ്യം, അങ്ങനെ ഒരു ഭാര്യനെ കിട്ടുന്നത് പുരുഷന്മാരുടെ ഭാഗ്യം. ഇത്രയ്ക്കുള്ള കാര്യത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവൊക്കെ ഉണ്ടാവണത് പറഞ്ഞാൽ നമ്മൾ അത്രയും പുണ്യം ചെയ്യണം. അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിലാണ്. ആ കുട്ടി അത് ഭയങ്കര ഹാപ്പിയാണ്. അത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്നതിൻ്റെ സന്തോഷം ആ കുട്ടിക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.